പറയുകയാണത് ഖബറിലെ മണ്ണുകൊണ്ടല്ലാതെ അവസാനിക്കുകയില്ല. 6 അടി മണ്ണിലെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തല്ലാതെ ഒരു മനുഷ്യന്റെ ആഗ്രഹം അവസാനിക്കില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആഗ്രഹം അതാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുകയാണ്. കൊച്ചുകുട്ടികൾക്ക് പല പല ആഗ്രഹമാണ്, ചെറുപ്പക്കാർക്ക് വേറെ ആഗ്രഹമാണ്, യുവത്വത്തിലേക്ക് കടന്നാൽ പിന്നെ വലിയ ആഗ്രഹങ്ങളാണ്. പടച്ചവനെ, മനുഷ്യന്റെ ആഗ്രഹം ചെറുപ്പം മുതൽ ആഗ്രഹമാണ്. പ്രായമാകും തോറും ആഗ്രഹം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമാകുന്നവർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. കൊച്ചുകുട്ടികൾക്ക് പല പല മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. എന്നാ പ്രായം ചെന്ന മുടിയൊക്കെ നരച്ചുപോയ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വല്ലാത്ത ആഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രായമായവരുടെ ആഗ്രഹം എന്തെന്നറിയുമോ? നബി തന്നെ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്റമു ഇബ്നു ആദമ വയശുബ്ബു മിൻഹു ഇസ്നാൻ അൽഹിർസു അലൽ മാൽ വൽഹിർസു അലൽ ഉംരി. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആദമിന്റെ സന്താനങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമാണ്, അവർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. പടച്ചവനെ, എന്താണ് ആദമിന്റെ മക്കൾക്ക്, പ്രത്യേകിച്ച് പ്രായമാകുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം 2 കാര്യങ്ങളോടാണ്. 2 കാര്യങ്ങളോട് അവർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. നബി തങ്ങൾ പറയുന്നു, പ്രായമായവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള 2 കാര്യങ്ങൾ ഏതാ? ഒന്നാമതായിട്ട് മുത്തുനബി പറയുകയാ, അൽ ഹിർസു അലൽ മാൽ. പ്രായമായ ഉപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? പ്രായമായ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? പടച്ചവനെ, സമ്പത്തിനോട് അവർക്ക് വല്ലാത്ത ആർത്തിയാണ്, വല്ലാത്ത ആഗ്രഹമാണ്. പടച്ചവനെ, 60-70 വയസ്സുള്ള വാപ്പയ്ക്കും പണം 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 എന്ന ചിന്തയേ ഉള്ളൂ. എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ, വല്ലാത്തവരാഗ്രഹമാണ്. അത് പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവർക്കും വേണ്ടത് പണമാണോ? ഇന്നെല്ലാവർക്കും വേണ്ടത് പണമാണ്. കൊച്ചുകുട്ടികൾക്കും വേണ്ടത് പണമാണ്. ഏതോ എന്റെ പ്രിയപ്പെട്ടവരെ, കഞ്ചാവിനും കള്ളിനും മയക്കുമരുന്നിനും ലഹരിയുണ്ടല്ലോ, അതുപോലെ പണത്തിനൊരു ലഹരിയുണ്ട് സഹോദരാ. അത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ചെറുപ്പത്തിൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാ. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട് പറയാറുണ്ട്, മുട്ടായി കടയുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ വാപ്പയോട് നമ്മൾ പറയും, വാപ്പാ മുട്ടായി വാങ്ങിത്തരാൻ. പടച്ചവനെ, നമ്മൾ മാതാവിനോടും പിതാവിനോടും വാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന മക്കൾ ഉപ്പാരോട് പറയും, മുട്ടായി വാങ്ങിത്തരാൻ, എനിക്കത് വേണം, എനിക്ക് ഇത് വേണമെന്ന് ഞാനും നിങ്ങളും പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാ 2025 ജീവിക്കുന്ന ചെറിയ മക്കളുണ്ടല്ലോ, ഈ മക്കൾ വാപ്പയോട് പറയുന്നത്, വാപ്പാ മുട്ടായി വാങ്ങിത്താ എന്നല്ല. ഇന്ന് മക്കള് നമ്മളോട് ചോദിക്കുന്നത് പൈസ തരാനാ. ചെറിയ മക്കളും വന്ന് ചോദിക്കുന്ന, ഉപ്പാ എനിക്ക് പൈസ വേണം, എനിക്ക് പൈസ വേണം. ആ പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ പോലും പണത്തിനോടുള്ള ആഗ്രഹം വന്നിരിക്കുകയാണ്. എങ്ങനായി ആഗ്രഹം വന്നത്? എല്ലാവർക്കും പണമാണ് വേണ്ടത്. ഇവിടെ ആരും ഹലാലും ഹറാമും നോക്കാറില്ല. അത് പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും, പലിശ കച്ചവടം നടത്തിയിട്ടാണെങ്കിലും, കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണെങ്കിലും, ആരെയെങ്കിലും പറ്റിച്ചിട്ടാണെങ്കിലും പടച്ചവനെ പണമുണ്ടാക്കണമല്ലോ. ആ പണമുണ്ടാക്കാൻ കിടന്ന് രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. പെങ്ങളെ, നിങ്ങൾക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്, പെണ്ണുങ്ങൾക്ക് സമ്പത്തിനോട് വല്ലാത്ത ഒരാഗ്രഹമാണ്. വേണ്ട പെങ്ങള്, പണത്തിനോടുള്ള ആഗ്രഹം വേണ്ട, സമ്പത്തിനോടുള്ള ആർത്തി വേണ്ട. വീട്ടിലേക്ക് ഹറാമായ പണം കൊണ്ടുവരുന്ന പരിപാടി അവസാനിപ്പിച്ചോ. പെങ്ങളെ, സ്വർഗത്തിൽ പോകേണ്ടവളാണെന്ന് ആഗ്രഹിക്കുന്നവളാണല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ നബി തങ്ങൾ സ്വഹാബി വനിതകളോട് സംസാരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഈ സ്വഹാബി വനിതകളെ, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? വനിതകൾ കാമന്നിരിക്കുന്ന പെങ്ങന്മാരോട് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെയോ? സ്വഹാബി വനിതകൾ മുഴുവനും ഞാനായിരിക്കും, ഞാനായിരിക്കും, എന്റെ പേരായിരിക്കും. പടച്ചവനെ, ഓരോരുത്തരും ഞാനായിരിക്കും,
കാണിക്കുമെന്ന് കരുതിയിട്ട് നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? അതാ നടന്നു പോകുന്ന വിറകുവെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാ. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട വിറകുവെട്ട് ജീവിക്കുന്നവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണിച്ചു കൊടുത്തിട്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ആ പെണ്ണ് സ്വർഗത്തിലാണ്, ആ പെണ്ണ് സ്വർഗത്തിലാണ്. പടച്ചവനെ, നബി തങ്ങൾ പറയുന്നത് കേട്ടപ്പോ സഹാബി വനിതകളിൽ നിന്നൊരു പെണ്ണിറങ്ങി ഓടുകയാ. വിറകുവെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന, പെണ്ണ്, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാ. നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. നീ ചെയ്യുന്ന നന്മ എന്താണ്? നീ സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതാണല്ലോ. ആ സഹാബി വനിതയായ പെണ്ണ് വിറകുവെട്ടുകാരന്റെ ഭാര്യയോട് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്, ഞാൻ സദക്ക കൊടുക്കാറുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചോദിച്ച പെണ്ണ് പറഞ്ഞു, നിന്നെക്കാളും ഞാൻ ചെയ്യാറുണ്ട്, ഇതൊക്കെ ഞാനും ചെയ്യുന്ന കാര്യമാണ്, ഇതല്ലാതെ വല്ല പ്രത്യേകമായിട്ട് നീ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്താണ് വിറക് കെട്ടുകാരന്റെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ ഞാൻ പുറകിൽ ചെന്നിട്ട് എന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാനൊരു വാക്ക് പറയാറുണ്ട്. ആ പെണ്ണ് പറയുന്ന വാക്ക് എന്തെന്നറിയുമോ? ജോലി കഴിഞ്ഞു വൈകുന്നേരം ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ. രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിനോട് തന്റെ ഭാര്യ ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്നറിയുമോ? വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഹറാമായ സമ്പത്ത് കൊണ്ടുവരരുത്, ഹറാമായ ഭക്ഷണം കൊണ്ടുവരരുത്, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്, ഹറാമ് തീറ്റിപ്പിക്കല്ലേ എന്ന് ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ആ പെണ്ണ് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അതിനാണ് അല്ലാഹു സ്വർഗം കൊടുത്തതെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ പെങ്ങളെ പറയാറുണ്ടോ, പൊന്നുമോളെ, നിനക്ക് പണം മതിയല്ലോ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നീ കുത്തിവെച്ച് കൊടുക്കുന്നത് പണത്തിനോടുള്ള ആർത്തിയാണല്ലോ. ചെറിയ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ, പഠിക്കണം, നല്ല നിലയിലാകണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല സാലറി വേണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. ഒരു ഉമ്മ ചെറിയ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഉമ്മ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ ആർത്തിയപടന്ന് കുത്തിവെച്ച് കൊടുക്കുകയാ. ആ പണത്തിന് വേണ്ടിയാണ് കഞ്ചാവ് കച്ചവടം നടത്തുന്നത്, കൊട്ടേഷൻ സംഘങ്ങളുടെ കൂടെ ചേരുന്നത്, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തയ്യാറാകുന്നത്. ഇന്നെല്ലാവരും എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴികൾ തേടുകയാണ്. എന്തുകൊണ്ടാണ്? നിന്റെ ആർത്തിയാണ്, എന്തുകൊണ്ടാണ്? നിന്റെ അത്യാഗ്രഹമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പണത്തിനോടുള്ള ആർത്തി കള സഹോദരാ. ഇന്നത്തെ പെണ്ണുങ്ങളും പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പഴയ പെണ്ണുങ്ങളും പുതിയ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ നിന്റെ മക്കളോട് പണത്തിനോടുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുക്കുകയാ. ആ ആഗ്രഹമാണ് മക്കളോട് നീ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാ പഴയ ഉമ്മയുടെ അവസ്ഥ എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരൽപ്പം ഭക്ഷണം താഴെ വീണ നമ്മുടെ ഉമ്മ താഴെ വീണ ഭക്ഷണം എടുക്കുകയാണ്. ആ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, ഒരൊറ്റ ചോറങ്ങാണം താഴെ വീണാൽ ആ താഴെ വീണ ചോറെടുത്ത് പാത്രത്തിന്റെ അകത്തേക്ക് വൃത്തിയാക്കിയിടുകയാണ്. എന്നിട്ട് പറയുന്ന, മോനെ, അല്ലാഹു തന്ന നിഅമത്താ, അല്ലാഹു തന്ന നിഅമത്താ, കളയല്ലേ മോനെ. ഇത് വാപ്പ എങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് നിനക്കറിയുമോ? നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പ്
ഉഴപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാ. ഒരു ചോറിന്റെ ഒരു കഷ്ടം എന്റെ പ്രിയപ്പെട്ടവര്, ചോറ് കഴിക്കുന്ന സമയത്തൊരൽപ്പം ഭക്ഷണം താഴെ വീണാൽ ആ താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് തരുന്നത് മാത്രമല്ല, പടച്ചവനെ ഉമ്മ പറയുകയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മുടെ മാതാവ് നമുക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. എന്നാ വാഴ കേൾക്കാമെന്ന ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ഇന്ന് പടച്ചവനെ നിന്റെ മക്കള് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ മതിയെന്ന് പറഞ്ഞു ഒരു പാത്രത്തിനകത്ത് ചോറ് മാറ്റി വെച്ചാ അതെടുത്ത് കളയുകയല്ലേ? അതെങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് നീ പറഞ്ഞു കൊടുക്കാറില്ലല്ലോ. കാരണം നിനക്കതറിയാറില്ലല്ലോ, അത് നിനക്കറിയില്ല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസമിതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആർത്തി കളയണേ, സമ്പത്തിനോടുള്ള ആർത്തി കളയണേ. ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോട് പറയുകയാ, നീ നിന്റെ വാപ്പയുടെ മുമ്പിൽ ചെന്ന് എനിക്ക് ബൈക്ക് വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയാറില്ല. എനിക്ക് മൊബൈൽ വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാകുമെന്ന് ഒരു മകനും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നത്തെ മക്കൾ ചോദിക്കുന്നത്, വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ, മൊബൈൽ കൊടുത്തില്ലെങ്കിൽ, കറങ്ങാൻ വിട്ടില്ലെങ്കിൽ, പൈസ കൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയുമോ? പടച്ചവനെ, പണ്ട് നമുക്കറിയാം വാപ്പയുടെ ശമ്പളം എന്താണ്, വാപ്പയുടെ ജോലി എന്താണ്, വാപ്പയുടെ കഷ്ടപ്പാടെങ്ങനാ, വാപ്പ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്കറിയുമായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്കതറിയാറില്ല, ഇന്നത്തെ തലമുറയ്ക്കതറിയാറില്ല. ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണെന്ന് കരുതല്ലേ വാപ്പാ. മക്കളോട് പറഞ്ഞു കൊടുക്കണം നിന്റെ ജോലി എന്താണെന്ന്, നിന്റെ ശമ്പളം എന്താണെന്ന്, നിന്റെ കഷ്ടപ്പാട് എന്താണെന്ന്. വാപ്പ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ ഈമാന വർദ്ധിപ്പിക്കണം, അവർ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരാകണം. അതിന് നീയാണ് വിചാരിക്കേണ്ടത്. നീ വാപ്പയാകൂ, നീ ഭർത്താവാകൂ, നീ ഈമാനുള്ളവനാകൂ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇതാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതാണ് മാതാപിതാക്കൾക്ക് മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. അതാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഉപദേശിക്കുവാപ്പാ. മക്കളെ വിളിച്ചിരുത്തി ഉപദേശിക്ക്, ഭാര്യമാരെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്ക്. ആ ഉപദേശം അല്ലാഹു ആരാണെന്ന് നിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവനെ, പടച്ചവനെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. പെങ്ങളെ, ഹജ്ജിന്റെ മാസമാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ലക്ഷക്കണക്കിന് ഹാജിമാര് നമ്മുടെ നാടുകളിൽ നിന്ന് പോകുന്നുണ്ടല്ലോ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കഅബാലയത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നല്ലോ. പെങ്ങളെ, ഹജ്ജ് കടന്നു വരുമ്പോ ഇബ്രാഹിം നബിയെയും ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും അനുസ്മരിക്കുന്നവരാണല്ലോ. പെങ്ങളെ, ഈമാനുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ ഹാജറ ബീവിയെ പോലെയാകണം. പെങ്ങള്, ഹാജറ ബീവിയെ പോലെയാകണം ഈമാനുള്ള ഒരു ഭാര്യ, ഈമാനുള്ള ഒരു ഉമ്മ. ഹാജറ ബീവിയെ പോലെയാകണമെന്നാണ്. ഹാജറ ബീവിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയിൽ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ചെറിയ മകൻ ജനിക്കുകയാണ്. പടച്ചവനെ, പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും തന്റെ ചോരക്കുഞ്ഞിനെയും മക്കത്ത് കൊണ്ടുപോയി മരുഭൂമിയിൽ വിട്ടിട്ട് പോകാൻ അല്ലാഹുവിന്റെ കൽപ്പന വരികയാ. അതാ പ്രസവിച്ച് കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും പാല് കുടിക്കുന്ന പൊന്നുമോനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചുകൊണ്ട് മക്കത്തേക്ക് കടന്നു വരികയാണ്. സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകളുടെ നടുവില് ജനവാസമില്ലാത്ത വന്യമൃഗങ്ങളുള്ള ഒരു പറവ് പോലുമില്ലാത്ത മരുഭൂമിയുണ്ടല്ലോ. ആ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും ഇറക്കി വിടുകയാ. അവർക്ക് കഴിക്കാനുള്ള കുറച്ച് ഭക്ഷണം, കുടിക്കാനുള്ള കുറച്ച് വെള്ളം അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇബ്രാഹിം നബി തന്റെ ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് മടങ്ങി പോവുകയാണ്. മടങ്ങി പോകുമ്പോ ഹാജറ എന്ന് പറയുന്ന ഭാര്യ ചോദിക്കുന്നു, എന്തേ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് മിണ്ടാതെ പോകുന്നത്? ഇബ്രാഹിം നബി ഇറാഖിലേക്ക് മടങ്ങുകയാണ്. ഹാജറ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നിൽക്കുന്നത് രണ്ട് മലകളുടെ നടുവിലാണ്. മരുഭൂമിയാണ്, വന്യമൃഗങ്ങളാണ്, മനുഷ്യവാസമില്ല, ഒരു പറവകൾ പോലുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഈ ചോരക്കുഞ്ഞുമായി മരുഭൂമിയിൽ അതാ ഹാജറ എന്ന് പറയുന്ന ഭാര്യ ഇരിക്കുകയാണ്. ഇബ്രാഹിം നബിയോട് ചോദിച്ച ചോദ്യം, നബിയേ
സ്വന്തം തീരുമാനമാണോ അള്ളാഹുവിന്റെ കൽപ്പനയാണോ? സ്വന്തം തീരുമാനമാണോ അള്ളാഹുവിന്റെ കൽപ്പനയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാജറ, അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഹാജറ. ഹാജറ ബീവിയുടെ മറുപടി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം പെണ്ണ് പഠിക്കേണ്ട കാര്യമാണ്. ഹാജറ ബീവി എവിടെയാണ്? വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, നാട്ടുകാരില്ല, ജനവാസമില്ല, മരുഭൂമിയിലാണ്, മലഞ്ചെരുവിലാണ്, ഒരാളുമില്ലാത്ത സ്ഥലത്തിരുന്നിട്ട് തന്റെ ഭർത്താവ് ചോരക്കുഞ്ഞിനെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇബ്രാഹിം നബി മടങ്ങി പോകുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വന്തം തീരുമാനമാണോ അള്ളാഹുവിന്റെ കൽപ്പനയാണോ? ഹാജറ, അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഹാജറ, അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഹാജറ. ഹാജറ എന്ന് പറയുന്ന പ്രസവിച്ച് ചോരക്കുഞ്ഞുമായിരിക്കുന്ന ഭാര്യ, ആ സ്വാലിഹത്തായ പെണ്ണിന്റെ മറുപടി പഠിക്കണേ പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിക്കണേ പെങ്ങള്. സ്വന്തമായിട്ട് വീടില്ലാത്തവൾ, വീട് കെട്ടാൻ പൈസ ഇല്ലാതെ വരുമ്പോ ലോൺ എടുക്കാൻ പറയുന്ന പെണ്ണ്, പലിശക്കെടുക്കാൻ പറയുന്ന പെണ്ണ്, പണയം വെക്കാൻ പറയുന്ന പെണ്ണ്, ഹറാം സമ്പാദിക്കാൻ പറയുന്ന പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഹാജറ പറഞ്ഞ മറുപടി നിന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. ഹാജറ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞപ്പോ നെഞ്ചത്തടിച്ചില്ല, വിളിച്ചു കൂവിയില്ല. ഞങ്ങളെ ആരാണ് നോക്കുന്നത്, ഭക്ഷണം തരുന്നതാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാജറ കരഞ്ഞില്ല. ഹാജറ മറുപടി എന്തെന്നറിയുമോ? എങ്കില് ധൈര്യമായിട്ട് പൊക്കോ, എങ്കില് ധൈര്യമായിട്ട് പൊക്കോ. പടച്ച റബ്ബല്ലേ കൽപ്പിച്ചത്. ആ അള്ളാഹുവിനറിയാം ഞങ്ങളെ നോക്കാൻ, ആ അള്ളാഹുവിനറിയാം ഞങ്ങളെ നോക്കാൻ. വീട് വെക്കാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ ഭാര്യ ചോദിക്കുന്ന പൈസ ഇല്ലല്ലോ. ഭർത്താവ് പറയുന്ന വീടെങ്ങനെ വെക്കാനാണ്? പടച്ചവനെ പൈസയില്ല, പലിശക്കെടുക്കാൻ പറയുകയാ, ലോൺ എടുക്കാൻ പറയുകയാ. ആ സമയത്ത് പറയുകയാണ്, ഹറാമായ പണം കൊണ്ട് വീട് പണിയണ്ട, പലിശക്കെടുത്തിട്ട് പണിയണ്ട. പടച്ച റബ്ബൊരു വഴി കാണിച്ചു തരും. വസ്തു തന്ന അള്ളാഹുവിനറിയാ തറകെട്ടിത്തരാൻ, തറകെട്ടിയ റബ്ബിനറിയാ വാർത്തു തരാൻ. പടച്ചവനെ വീട് തരാൻ പടച്ച റബ്ബിനറിയുമടോ. പറഞ്ഞു കൊടുക്കണം പെങ്ങള്, ഹറാമിൽ നിന്നൊഴിയണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മക്കളെ പഴപ്പിച്ച് കളയരുത്. വാപ്പയോട് പറയുകയാണ്, നിന്റെ മകന് കഞ്ചാവ് അടിക്കാറില്ല, കള്ള് കുടിക്കാറില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര്, ആ കള്ളിന് ലഹരിയുള്ളതുപോലെ ഒരു ലഹരി സമ്പത്തിനുണ്ട്. എത്ര കിട്ടിയാലും മതി വരുന്നില്ല, വാരിക്കൂട്ടുകയാണ്. പടച്ചവനെ 99 രൂപയുള്ളവന് 100 വേണം, 999 ഉള്ളവന് 1000 വേണം. പടച്ചവനെ എത്ര കിട്ടിയാലും മതി വരാതെ പിന്നെയും പിന്നെയും വാരിക്കൂട്ടുകയാണ്. പാവപ്പെട്ടവന്റെ കഞ്ഞിക്കകത്ത് കൈയിട്ട് വാരുന്ന എത്രയോ സമ്പന്നന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, തികയുന്നില്ലല്ലോ. കോടാനുകോടി ആസ്തിയുള്ളവനും പിന്നെയും സമ്പാദിക്കുകയാ, മതിയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായൊരു കാര്യം പറയുകയാണ്, ഉപദേശിക്കണേ വാപ്പാ. പൊന്നുമക്കള് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നത് സ്നേഹമല്ല, ദ്രോഹമാ. നിന്റെ മക്കളോട് ചെയ്യുന്ന ദ്രോഹമാ. എന്നാ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും വിളിച്ചിരുത്തിയിട്ട് നീ ഉപദേശിക്കാറുണ്ടോ? നീ ഉപദേശിക്കാറുണ്ടോ? ഉപദേശിക്കണം വാപ്പാ. നിങ്ങളെ മക്കളെ ഉപദേശിക്കണേ. ഏതുപോലെ എന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, പടച്ചവനെ നാട് കടത്തപ്പെട്ട സ്വഹാബിയാ. ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ നാട് കടത്തുകയാണ്. ആരാരുമില്ലാതെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വീട് വെച്ചിട്ട് ജീവിക്കുന്ന സ്വഹാബിയാ. അയൽവാസിയില്ല, ആൾതാമസമില്ല, ഒരാളുമില്ല. ആ സ്വഹാബിയും തന്റെ ഭാര്യയും മക്കളും കൂടെ ജീവിക്കുകയാണ്. അല്ലാഹുവേ, അബൂദർ നിങ്ങളുടെ മരണമെടുക്കുകയാ. അബൂദർ നിങ്ങളുടെ മരണമെടുക്കുകയാ. ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ ആരായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാ. ഒരു പിതാവെന്ന് പറഞ്ഞാൽ മക്കളെ ഉപദേശിക്കേണ്ടത് എങ്ങനെയാണെന്നൊരു ഉദാഹരണം പറഞ്ഞു തരാ. അബൂദർ തങ്ങൾ മരിക്കാൻ പോവുകയാണ്. പടച്ചവനെ തന്റെ പെൺമക്കളെ വിളിക്കുകയാണ്. 3 പെൺമക്കളാണ് അബൂദർ തങ്ങൾക്കുള്ളത്. 3 പെൺമക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മക്കളെ, ഉപ്പാന വെറുക്കല്ലേ,
ഉപ്പാനെ വെറുക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി വാപ്പ ഒന്നും കരുതി വെച്ചിട്ടില്ല. സമ്പത്ത് മുഴുവനും വാപ്പ കണ്ടുകുടിച്ച് തീർത്തതല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. വാപ്പ ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല, വെക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ വാപ്പ പാവങ്ങൾക്ക് കൊടുത്തതാ മക്കള്. നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്. എന്നെ നിങ്ങൾ വെറുക്കരുത്. തന്റെ ഭാര്യയോടും തന്റെ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് അബൂ ദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു, മക്കളെ, അല്ലാഹു നിങ്ങളെ കൈവിടൂല, അല്ലാഹു നിങ്ങളെ കൈവിടൂല. അബൂ ദർ തങ്ങൾ തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുന്നത് കേട്ടപ്പോ ഭാര്യയിരുന്ന് കരയുകയാ, ഭാര്യയിരുന്ന് കരയുകയാ. അബൂ ദർ തങ്ങൾ ചോദിക്കുന്നു, പെണ്ണേ, എന്തിനാ നീ കരയുന്നത്, എന്തിനാ നീ കരയുന്നത്? അവിടെ നിന്ന് ഭാര്യ പറയുന്നു, തങ്ങളെ, നിങ്ങൾ മരിച്ചാൽ ആരാ മയ്യത്ത് കുളിപ്പിക്കുന്നത്? നിങ്ങൾ മരിച്ചാൽ ആരാണ് കഫം പൊതിയുന്നത്? നിങ്ങൾ മരിച്ചാൽ ആരാണ് മയ്യത്ത് നിസ്കരിക്കുന്നത്? നിങ്ങളെ കബറടക്കാൻ ആരാ വരുന്നത്? ഈ സങ്കടം കൊണ്ട് കരയുകയാ. അബൂ ദർ തങ്ങളുടെ ഭാര്യ ഇരുന്ന് കരയുകയാണ്. ആരാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത്? ഒരാളുമില്ലല്ലോ. ആരാ കബർ കുടിച്ച് കബറടക്കുന്നത്? മയ്യത്ത് നിസ്കരിക്കാൻ ആളില്ല. പടച്ചവനെ, എന്താണ് ആ രംഗമൂർത്തിട്ട് കരയുകയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ ദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ, സങ്കടപ്പെടണ്ട. എന്റെ മയ്യത്ത് ആര് കുളിപ്പിക്കും, ആര് നിസ്കരിക്കും, ആര് കബർ കുടിക്കും, ആര് കബറടക്കും എന്ന വിഷയത്തിൽ നീ സങ്കടപ്പെടണ്ട. അബൂ ദർ നിങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാ നിങ്ങൾ എന്റെ ജനാസ പൊതിഞ്ഞുകൊണ്ട് വഴിയോരത്ത് കൊണ്ടുവെക്കണേ. അബൂ ദർ എന്ന് പറയുന്ന പിതാവ് തന്റെ ഭാര്യയോട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. 3 പെൺമക്കളാ വാപ്പ. ആ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല. ഞാൻ മരിച്ചാൽ എന്റെ ജനാസ കൊണ്ടുപോയി വഴിയോരത്ത് വെക്കണം. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ, ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ. അവരോട് മാറി നിന്നിട്ട് വിളിച്ചു പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ. അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്റെ കഫം പൊതിഞ്ഞിട്ട് കബറടക്കാൻ വിളിച്ചു പറയണേ മക്കളെ. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ലോകത്തോട് വിട പറയുകയാണ്. വാപ്പ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ വാപ്പയുടെ മയ്യത്തെടുത്തുകൊണ്ട് വഴിയോരത്ത് വെക്കുകയാണ്. അതാ നോക്കി നിൽക്കുകയാണ്. പെങ്ങളെ വരുന്നു, പെങ്ങള്. 70ഓളം വരുന്ന ഒരു സംഘം വരികയാണ്. മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ 70ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞ് വരികയാണ്. 3 പെൺമക്കളും മാറി നിന്ന് വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയുടെ ജനാസയൊന്ന് കബറടക്കണേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പയുടെ ജനാസ കഫം പൊതിയണേ. മക്കൾ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ സൽമാനുൽ ഫാരിസി തങ്ങൾ ചിന്തിക്കുന്നു, ആരാ പടച്ചവനെ, ഇത്രയും പാവപ്പെട്ട സ്വഹാബിയാരാ, ഇത്രയും പാവപ്പെട്ട സ്വഹാബിയാരാ? പടച്ചവനെ, സൽമാൻ തങ്ങൾ ചെന്ന് നോക്കുമ്പോ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ ആരാ കിടക്കുന്നതെന്നറിയുമോ? മഹാനായ അബൂ ദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. ആ രംഗമങ്ങ് കണ്ടപ്പോ സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്. മുത്തുനബി പറഞ്ഞത് സത്യമാ, മുത്തുനബി പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പണത്തിനുള്ള ആഗ്രഹം കളയണേ. അത് പരീക്ഷണ വസ്തുവാണ് വാപ്പാ. അള്ളാഹുവിന് ഇഷ്ടം കൂടിയിട്ട് നിനക്ക് തന്നതല്ല. ചിലപ്പോ നിനക്ക് തോന്നാറുണ്ട്, നിന്റെ തഴമ്പ് കണ്ടിട്ട്, നിന്റെ ഈമാൻ കണ്ടിട്ട്, നിന്റെ കുടുംബമുഖം കണ്ടിട്ട് അള്ളാഹു തന്നതാണെന്ന് തോന്നരുത്. അതൊരു പരീക്ഷണ വസ്തുവാണ്, അതൊരു പരീക്ഷണ വസ്തുവാണ്. അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് നിന്നെ പരീക്ഷിക്കാനാ. അതുകൊണ്ട് പണം ഒരുപാട്
ഒരുപാട് കിട്ടുന്നത് നല്ലതാണെന്ന് കരുതരുത്. പടച്ചവരെ, പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന നബിയേതാ? 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന നബിയേതാ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്തുകൊണ്ടാണെന്നറിയുമോ? പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള പ്രവാചകന സുലൈമാൻ നബിയാ. ഏറ്റവും വലിയ സമ്പന്നന സുലൈമാൻ നബിയാ. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് ലക്ഷക്കണക്കിന് സ്വഹാബികളുണ്ടല്ലോ. അതാ അബൂബക്കർ തങ്ങൾ മുതൽ വഹ്ശി റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സ്വഹാബത്ത്. ആ സ്വഹാബികളിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന സ്വഹാബിയതാ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. കാരണം ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്വഹാബിയാ, ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്വഹാബിയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് നിബിധങ്ങൾ പറഞ്ഞത്. പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞാലേ പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് നിബിധങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു വന്നത് നിബിധങ്ങൾ പറയുകയാണ്, പ്രായമായവർക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാ. ഒരാൾക്കും കൊടുക്കൂല. അലമാരിയുടെ താക്കോല് അരയിൽ കെട്ടി നടക്കുന്ന വാപ്പമാരുണ്ട്. സ്വന്തം മക്കൾക്ക് കൊടുക്കൂല, ഭാര്യമാർക്ക് കൊടുക്കൂല, എന്നാ സ്വന്തം തിന്നുകയുമില്ല. പടച്ചവനെ അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ നിബിധങ്ങൾ പറയുന്നു, പ്രായമാകുമ്പോ അതാ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ ആഗ്രഹം സമ്പത്തിനോടുള്ള ആർത്തിയാ. 2, അവർ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. 99 വയസ്സ് വരെ ജീവിച്ചവനും പിന്നെയും ആഗ്രഹമാണ് ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം. മക്കളെ കെട്ടിച്ചു, കൊച്ചുമക്കളെ കെട്ടിച്ചു, എന്നിട്ടും പറയുകയാ കൊച്ചുമക്കളുടെ കുഞ്ഞിനെ കൂടെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹമാണ്, വല്ലാത്ത ആഗ്രഹമാണ്. മരിക്കാൻ താല്പര്യമില്ല, മരണത്തെ ആഗ്രഹിക്കുന്നില്ല, മരണത്തെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല. പടച്ചവനെ, മരിച്ച വീട്ടിൽ പോലും പലരും പോകാറില്ല. കാരണം നമ്മൾ വെറുക്കുകയാണ്, നമ്മളത് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എത്ര ആഗ്രഹിച്ചാലും എന്തെല്ലാം ചെയ്താലും ഖാബുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് വരേണ്ട സമയത്ത് വരും ബാപ്പാ. ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാറില്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു നിമിഷം പോലും മാറാറില്ല പെങ്ങളെ. കറക്റ്റ് സമയത്ത് എത്തേണ്ട സമയത്ത് ഒരു മിനിറ്റ് പോലും മുന്താതെ പിന്താതെ ആ മരണം നിന്നെ തേടി വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആഗ്രഹം ഇതാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാ ഇതുപോലെ മരിച്ചു പോയവർക്കും ചില ആഗ്രഹമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജീവിച്ചിരിക്കുന്നവർക്ക് മോഹമുണ്ടോ, ആഗ്രഹമുണ്ടോ, ഒരുപാട് സ്വപ്നങ്ങളുണ്ടോ? ഇതുപോലെ മരിച്ച് ഖബറിലേക്ക് പോയ നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ കൂടപ്പുറപ്പുണ്ടല്ലോ, നിങ്ങളുടെ പള്ളിയുടെ പറമ്പിൽ കിടക്കുന്ന കബറാളിയുണ്ടല്ലോ, ആ കബറാളികൾക്കും ചില ആഗ്രഹമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ